നമസ്കാരം. എന്നെ കാണാൻ വരുന്ന ഒരു നല്ല ശതമാനം ആളുകൾ, അല്ലെങ്കിൽ വിളിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുമേനി, പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിതം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഒരുപാട് പേര് വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്, മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. പ്രാക്കും എരിച്ചിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ കിടന്ന് പൊറുതിമുട്ടി ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചവർക്കും അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അല്ലെങ്കിൽ എരിച്ചില് ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുമല്ലോ, ചിലർക്കെങ്കിലും ഉണ്ടാകും. എന്നാൽ അതിൻ്റെ സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത് അത് ഏൽക്കും എന്നുള്ളതാണ്. അതായത് പ്രാക്ക് ദോഷം ഉണ്ടെങ്കിൽ അത് ഏൽക്കും എന്നുള്ളതാണ്. പ്രാക്കും വിളിച്ചപേക്ഷയും എരിച്ചിലും നിരന്തരമായി ചിലർ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചില നക്ഷത്ര ജാതകർ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് കേൾക്കും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ പഠനങ്ങളിൽ നിന്ന്, എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത്, പ്രാക്ക് അല്ലെങ്കിൽ എരിച്ചിൽ അല്ലെങ്കിൽ വിളിച്ചപേക്ഷ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ കണ്ണുകടി കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് രക്ഷപ്പെട്ട് പച്ച പിടിച്ചു വരുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കടന്നു വരുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ നന്നായി പോകുമോ, രക്ഷപ്പെട്ടു പോകുമോ, നമ്മൾ ഉയർന്നു പോകുമോ, നമുക്ക് ധനമുണ്ടായി പോകുമോ എന്നൊക്കെയുള്ള മറ്റൊരാൾക്കുണ്ടാകുന്ന ഒരു അസൂയ അല്ലെങ്കിൽ അവരുടെ കണ്ണുകടിയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രാക്ക്, എരിച്ചിൽ, വിളിച്ചപേക്ഷ ഇവയ്ക്കൊക്കെ കാരണം എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണം തേടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ മാത്രം മതി. നമ്മൾ വീട്ടിലിരുന്ന് നമ്മളൊന്ന് ഉറക്കെ ചിരിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം കടന്നു വന്നാൽ മതി. ഒരു നല്ല കാര്യം നടന്നാൽ മതി. ഈ പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും ഒക്കെ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ ഭാഗത്തു നിന്ന് കൂടിയാകാം. ചിലപ്പോൾ അവർക്ക് പുറമെ ചിരിച്ചു കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത അസൂയയും അമർഷവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഊർജം പ്രാക്കും എരിച്ചിലും ഒക്കെ ആയിട്ട് നമുക്ക് വന്നു ചേരും. അയൽപ്പക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു കണ്ണുകടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രാക്ക്, എരിച്ചിൽ, വിളിച്ചപേക്ഷ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അവരെ ദ്രോഹിക്കാനൊന്നും പോണ്ട. വെറുതെ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്കിത് ഇങ്ങോട്ട് വന്ന് കിട്ടിക്കോളും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കാര്യമാണ് ജോലി സ്ഥലത്ത് ഇത് സംഭവിക്കുക എന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് ഇത് സംഭവിക്കും എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മെ പിടിച്ചു താഴെയിട്ടിട്ട് വേണം മറ്റൊരാൾക്ക് ഉയർന്നു വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ അസൂയയുള്ള, നമ്മളോളം കഴിവില്ലാത്തവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന അമർഷം, ഇതൊക്കെയാണ് ഈ പറയുന്ന പ്രാക്കിനും എരിച്ചിലിനും കാരണമായി തീരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രാക്ക്, എരിച്ചിലും ഒക്കെ തീരാനായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ? പൂർണ്ണമായിട്ടും ഈ പ്രാക്ക് നമ്മളിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് എന്താണൊരു വഴി? അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇത് ആർക്കും ചെയ്യാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, സ്ത്രീകൾ ഈ ആർത്തവ സമയത്ത്, അശുദ്ധി സമയത്ത് ചെയ്യരുത്. അതുപോലെ പുലവാലായ്മ ഉള്ള സമയത്തും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതൊഴിച്ച് നിർത്തിയാൽ ആർക്കും ചെയ്യാം. ഏതൊരു ദിവസവും സന്ധ്യയ്ക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. സന്ധ്യയ്ക്ക് എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്കൊക്കെ തെളിയിച്ച് കഴിഞ്ഞ് ഒരു 7 മണി 7:30 മണി സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരു 8-8:30 വരെ ചെയ്തോളൂ. അതിനു മുകളിൽ ചെയ്യേണ്ട. മാക്സിമം ഒരു 8-8:30 വരെ ചെയ്യാം. ഒരു 7 മണി 7:30 മണിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും
ഏറ്റവും ഉചിതമായ ഏറ്റവും ഫലപ്രദമായ സമയം എന്ന് പറയുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്നാമത്തേത് 8 ഒറ്റ രൂപ നാണയങ്ങളാണ്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ 5 രൂപ നാണയമോ, നാണയം ഏതുമായിക്കോട്ടെ, അത് ഏത് രാജ്യത്തിൻ്റെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ 5 രൂപ നാണയമാണെങ്കിലും ഏതാണെങ്കിലും ഏത് രാജ്യത്തിൻ്റെ ആയാലും നാണയം വേണമെന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 വെള്ളി നാണയം കൊണ്ട്, 1 രൂപയുടെ വെള്ളി നാണയം കൊണ്ട് ആണ് എന്നിരിക്കട്ടെ, അതെടുക്കുക എന്നുള്ളതാണ്. ഇതെടുത്ത് മാറ്റി വയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഭസ്മമാണ്. ഭസ്മം എന്ന് പറയുമ്പോൾ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമോ, അതല്ല ഭസ്മം നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതോ മറ്റെവിടെന്നെങ്കിലും കൊണ്ടുവന്ന ഭസ്മം ഇരിപ്പുണ്ടെങ്കിൽ ആ ഭസ്മവും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ കുറച്ച് ഒരല്പം ഭസ്മമാണ് രണ്ടാമതായിട്ട് വേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ നൂലാണ്. എന്താണ് വസ്ത്രത്തിൻ്റെ നൂല്? ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്കും എരിച്ചിലും അപേക്ഷ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ വരുന്നുണ്ട് എന്ന് തോന്നിയാൽ, നിങ്ങളാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു ചെറിയ നൂലിളക്കി എടുക്കുക എന്നുള്ളതാണ്. വസ്ത്രത്തിൻ്റെ അറ്റത്ത് നിന്നൊക്കെ ഒരു ചെറിയ നൂൽ കഷ്ണം, ഒരുപാട് വലുതാവണം എന്നൊന്നുമില്ല, ചെറിയൊരു നൂൽ കഷ്ണം ഈ കർമ്മം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്. ഇനി നാലാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് വറ്റൽ മുളകുണ്ടല്ലോ, ഉണങ്ങിയ മുളക് കഷ്ണം. ഈ മുളക് ഒരു 5 എണ്ണമാണ് വേണ്ടത്. വറ്റൽ മുളക് വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ 5 കുരുമുളക് ആയാലും എടുക്കുക എന്നുള്ളതാണ്. വറ്റൽ മുളക് ഇല്ലാത്തവർ മാത്രം കുരുമുളക് എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ വറ്റൽ മുളകാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നുള്ള് കടുകാണ്. ഒരല്പം കടുക് എടുക്കാവുന്നതാണ്. ഈ വറ്റൽ മുളക് എടുക്കുന്ന അതിനോടൊപ്പം തന്നെ ഒരല്പം കടുകും എടുക്കാം. കൂടാതെ കല്ലുപ്പ് വേണം. കല്ലുപ്പ് എന്ന് പറയുമ്പോൾ ഈ സാധാരണ പൊടിയുപ്പല്ല, നമുക്ക് കല്ലുപ്പ് തന്നെ എടുക്കണം. കല്ലുപ്പ് ഒരു ചെറിയ പിടി എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യമാണ് ഈ കർമ്മം ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷേ ഒരിക്കലും തെറ്റിച്ച് ചെയ്യരുത്. അപ്പോൾ വേണ്ടത് 8 വെള്ളി രൂപ നാണയങ്ങൾ, അതെടുത്ത് മാറ്റി വെച്ചേക്കുക. ഓരോ രൂപ നാണയങ്ങൾ അല്ലെങ്കിൽ 5 രൂപ നാണയങ്ങൾ, അങ്ങനെ 8 നാണയങ്ങൾ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഒരല്പം ഭസ്മം, വസ്ത്രത്തിന്റെ നൂല്, കൂടാതെ വറ്റൽമുളക് ഇല്ലാത്തവർ 5 കുരുമുളക്, കടുക്, ഒരു നുള്ള് ഉപ്പ്. അത് കല്ലുപ്പ് തന്നെ ആവണം. അതൊരു പിടി എടുക്കുക. ഇത്രയും എടുത്തതിന് ശേഷം ചെറിയൊരു പൊതിയോ മറ്റോ എടുക്കുക. ഒരു പേപ്പറിൻ്റെ ഒരു പൊതിയോ മറ്റോ. ഇതൊന്ന് പൊതിയാനായിട്ട് ഒരു അത്യാവശ്യം വൃത്തിയുള്ളത് നോക്കി ഒരു കഷ്ണം ന്യൂസ് പേപ്പറിൻ്റെയോ വെള്ള പേപ്പറിൻ്റെയോ എടുക്കുക. ഒരു പേപ്പറും എടുത്ത് നിങ്ങൾ കയ്യിൽ എടുക്കുക. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് തൊഴുതെല്ലാം കഴിഞ്ഞ് ഒരു 7 മണി സമയം, ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് ഈ പറയുന്ന വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് നിലവിളക്കിന്റെ അടുത്ത് വന്നിരിക്കുക എന്നുള്ളതാണ്. നിലവിളക്കിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ നമശിവായ മന്ത്രം ചൊല്ലുക. ഓം നമശിവായ ചൊല്ലി ശിവഭഗവാനെ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ എന്നൊരു 108 തവണ ഓം നമശിവായ മന്ത്രം ഒന്ന് മനസ്സിൽ ജപിക്കുക. അങ്ങനെ മനസ്സിൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കർമ്മം തുടങ്ങാനായിട്ട് എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ആ ഭസ്മം ചെറുതായിട്ട് കയ്യിലൊന്ന് എടുക്കുക. എടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഓം കടോരായ നമ എന്ന് 3 തവണ ചൊല്ലുക. ഓം കടോരായ നമ, ഓം കടോരായ നമ എന്ന് തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ചൊല്ലുക. ഈ മന്ത്രം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ചൊല്ലുക. ആ എടുത്ത ഭസ്മം ആ പേപ്പറിലേക്ക്, അതായത് നമ്മൾ പൊതിയാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് വയ്ക്കുക. രണ്ടാമതായിട്ട് വസ്ത്രത്തിന്റെ നൂൽ ഉണ്ടല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അതും ഇതുപോലെ തന്നെ എടുത്തിട്ട് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഓം കടോരായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു പേപ്പറിലേക്ക് വയ്ക്കുക. മൂന്നാമത്തെ
മൂന്നാമതായിട്ട് വറ്റൽമുളകും എടുക്കുക. ഇതുപോലെ തന്നെ 3 പ്രാവശ്യം തലയ്ക്കൊഴിയുക. ആ പേപ്പറിലേക്ക് അതിനുശേഷം വയ്ക്കുക. അതേപോലെ തന്നെ കടുകും നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് കടുകും എടുക്കുക. ഇതുപോലെ തന്നെ 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ആ പേപ്പറിൽ വയ്ക്കുക. കല്ലുപ്പും അവസാനം ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളും തലയ്ക്കൊഴിഞ്ഞ് ആ പേപ്പറിൽ വച്ചിരിക്കുകയാണ്. ആ പേപ്പറിൽ വച്ച എല്ലാ വസ്തുക്കളും കൂടി ചുരുട്ടി, അതായത് ഒരു പൊതി പോലെ പൊതിഞ്ഞിങ്ങി കയ്യിലെടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ആ 8 വെള്ളി രൂപ നാണയമുണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ 8 വെള്ളി രൂപ നാണയം എടുത്ത് ഓരോ രൂപയും നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് ഓരോ രൂപയും 3 പ്രാവശ്യം വീതം തലയ്ക്കൊഴിഞ്ഞ് ഇതേ നാമം ചൊല്ലി ഓം കടോരായ നമ എന്ന നാമം ചൊല്ലിക്കൊണ്ട് 3 തവണ തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം അതിനെ തനിയെ മാറ്റിവെക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പൊതിയാക്കി തലയ്ക്കൊഴിഞ്ഞു വച്ചിരിക്കുന്ന ആ പൊതി കൊണ്ടുപോയി തീ കൂട്ടി ആ തീയിൽ ഇടുക. അതല്ല വീട്ടിൽ വിറകടുപ്പുള്ളവരാണ്, അടുപ്പിൽ കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ വിറകടുപ്പിൽ ഇടുക. അത് കത്താനായിട്ടുള്ള അത്യാവശ്യം വിറകോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളോ വയ്ക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും അഗ്നിക്കിടയാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് നല്ല പുകഞ്ഞു കത്തുന്നതായിരിക്കും. നല്ല വൃത്തിയായിട്ട് അത് കത്തിത്തീരാൻ ആവശ്യമായിട്ടുള്ള അഗ്നി നൽകുക എന്നുള്ളതാണ്. പൂർണ്ണമായും കത്തണം, അല്ലാതെ ബാക്കി കിടക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കത്തി ചാമ്പലാകാനുള്ള രീതിയിലുള്ള തീ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അതിനുശേഷം ആ 8 ഓരോ രൂപ നാണയം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ 8 വെള്ളി രൂപ വെച്ചിരിക്കുന്നത് ആ ചില്ലറ എടുത്തുകൊണ്ടുപോയി നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടുക. അത് അന്നത്തെ ദിവസം തന്നെ ചെയ്യണമെന്നില്ല, വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷേ വെച്ച് വൈകിപ്പിക്കരുത്. പിറ്റേ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ആ ഓരോ രൂപ നാണയമിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി. എത്ര വലിയ പ്രാകദോഷവും എരിച്ചിൽ ദോഷവും വെളിച്ചപേക്ഷയും ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും. ധൈര്യമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ ദോഷങ്ങളും നീക്കിത്തരും. എല്ലാ തരത്തിലും നിങ്ങൾക്ക് രക്ഷ നേടിത്തരുന്നതായിരിക്കും. നമസ്കാരം.